ഇവൻ ആരുമറിയാതെ ഫോട്ടോ കത്തിക്കൊണ്ട് വെട്ടിയെടുത്ത് ക്ലാർക്ക് രേഖകൾ സീൽ ചെയ്യുന്ന തിരക്കിൽ ഡ്രോയറിൽ നിന്ന് ഒരു ട്രാവൽ പാസ് തട്ടിയെടുത്ത് ചിത്രമൊട്ടിച്ചു. ഔദ്യോഗിക സീലില്ലാതെ പാസിന് സാധുതയില്ലാത്തതിനാൽ മറ്റൊരു രേഖയിൽ നിന്ന് മുദ്ര പകർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ കമാൻഡറുടെ ഓഫീസ് തുറന്ന് പേന കൊണ്ട് സേഫ് പൊളിച്ച് യഥാർത്ഥ സീലെടുത്ത് പാസിൽ പതിച്ചു. ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ജാക്ക് എന്ന വടക്കൻ കൊറിയൻ സൈനികനായിരുന്നു അത്. 10 വർഷത്തെ നിർബന്ധിത സൈനിക സേവനത്തിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ ദാരുണമായ ചിത്രങ്ങൾ കാണിച്ചുള്ള മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് അവൻ പലായനത്തിന് പദ്ധതിയിട്ടത്. എന്നാൽ കനത്ത കാവലുള്ള 55-ാം സമാന്തര രേഖയിലൂടെയുള്ള പകൽ സമയത്തെ രക്ഷപ്പെടൽ അസാധ്യമായിരുന്നു. പ്രധാന കവാടം മാത്രമായിരുന്നു ഒരേയൊരു വഴി. അന്ന് ബറ്റാലിയനിൽ ഒരു ആഘോഷം നടക്കുകയായിരുന്നു. വഴികളിലെല്ലാം മദ്യപിച്ച ഉദ്യോഗസ്ഥരായിരുന്നു. തിരച്ചിലിനൊടുവിൽ താക്കോൽ ഉള്ളിൽ വച്ചിരുന്ന ഒരു കാർ കണ്ട ജാക്ക് മദ്യപിച്ച ഒരു ഉദ്യോഗസ്ഥനെ അതിൽ കയറ്റി തിരിച്ചറിയാതിരിക്കാൻ ക്യാപ്പ് താഴ്ത്തി ധരിച്ച് വണ്ടി ഓടിച്ചു. പ്രധാന ഗേറ്റ് കടന്നാൽ അവന് സ്വാതന്ത്ര്യമായി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ അവന്റെ തോളിൽ തൊട്ടതും ജാക്കിന്റെ നെഞ്ചിടിച്ചു. അതേസമയം ഗേറ്റിലെ കാവൽക്കാരൻ പരിശോധനയ്ക്കായി വണ്ടി നിർത്താൻ ആംഗ്യം കാണിച്ചു. ഉദ്യോഗസ്ഥൻ ഉള്ളിലുണ്ടെന്ന് കണ്ടതും കാവൽക്കാരൻ സല്യൂട്ട് ചെയ്ത് വണ്ടി കടത്തിവിട്ടു. അങ്ങനെ ജാക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ ആസ്ഥാനത്ത് നിന്ന് പുറത്തുകടന്നു.